ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം അവരുടെ എനർജി നോക്കാം, അതിന് ശേഷം മെസ്സേജ് നോക്കാം. കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങൾ തമ്മിൽ നോ കോൺടാക്ട് സിറ്റുവേഷനിലോ സെപ്പറേഷനിലോ ബ്ലോക്ക് സിറ്റുവേഷനിലോ ആണ് എങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വരാൻ പോകുന്ന സമയം നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഇവരുടെ സിറ്റുവേഷൻ, എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതുകൂടാതെ ഇവർ വളരെ ഫിയർഫുള്ളായിട്ടുള്ള എനർജിയിലാണ്. കൂടാതെ ഇവർ വളരെ പവർഫുള്ളായിട്ടുള്ള എനർജിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ, എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കും. ആര് പറഞ്ഞാലും അതിലൊരു മാറ്റം ഉണ്ടാവത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു സൈഡ് നിങ്ങൾ, ഒരു സൈഡ് തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇവർക്ക് അറിയത്തില്ലായിരുന്നു ഏത് ഞാൻ എന്താക്കണം, ഏത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കൺഫ്യൂഷനിലായിരുന്നു. പക്ഷേ ഇനി വരാൻ പോകുന്ന സമയം ഇവർ ആ ഒരു കൺഫ്യൂഷൻ മാറ്റും. ഏത് വ്യക്തിയാണ് ഇവർക്ക് നല്ലത് എന്ന് തോന്നുന്നു ആ വ്യക്തിയുടെ കൂടെ മുന്നോട്ട് പോവുകയും മറ്റേ വ്യക്തി ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കും, അല്ലെങ്കിൽ അതർ സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ വൈഫോ ഹസ്ബൻഡോ ഫാമിലിയോ ആരുമായിക്കൊള്ളട്ടെ, അവർ തുറന്ന് അവരോട് പറയും, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇന്ന ഒരാളെ ഇഷ്ടമാണ്, അവരുടെ കൂടെ ജീവിക്കാനാണ് എനിക്കിഷ്ടം എന്ന് പേടി കൂടാതെ തുറന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആരാണോ ഇവിടെ തേർഡ് പാർട്ടി അവരോട് കാര്യങ്ങൾ ക്ലിയർ ആക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ എന്തൊക്കെയോ ചലഞ്ചിങ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ ചില ഡിസിഷൻസ് ഇവർക്ക് അവസാനിപ്പിക്കാൻ പോകുന്നതായിട്ട് നിങ്ങളോട് സംസാരിച്ച് ഒരു തീരുമാനം എടുത്ത് നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് എല്ലാ കാര്യവും നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു സിറ്റുവേഷൻസ് ഉണ്ട്, അതിൽ നിന്ന് പുറത്തു വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, അതിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് ഇവർ നിങ്ങളോട് ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സപ്പോർട്ട് ആഗ്രഹിക്കുകയാണ്. കൂടാതെ ചില ആൾക്കാരുടെ പേഴ്സൺ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ആ ഒരു എനർജി ഇവർക്ക് തോന്നുകയാണ്. നിങ്ങളുടെ എന്തോ അസുഖമുണ്ട്, നിങ്ങൾക്ക് എന്തോ ഒരു വിഷമം നിങ്ങൾക്കുണ്ട് എന്ന് ഇവർക്ക് തോന്നുകയാണ്. ആ രീതിയിൽ ഇവർക്ക് ഇൻറ്റ്യൂഷൻ തോന്നിയത് എന്താണോ അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഇപ്പോൾ ഉണ്ടെങ്കിലോ അല്ല എങ്കിൽ എന്തെങ്കിലും വിഷമം നിങ്ങൾക്കുണ്ട്, നിങ്ങൾ വളരെ മോശം അവസ്ഥയിലാണ്, നിങ്ങൾ ഇവരോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇവർക്ക് നിങ്ങളുടെ ആ ഒരു എനർജി പിക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നു നിങ്ങൾ വളരെ ലോ എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് എൻ്റെ സപ്പോർട്ട് ഇപ്പോൾ എൻ്റെ പേഴ്സണ് വേണം. ആ രീതിയിൽ ഇവർ നിങ്ങളോട് സംസാരിക്കുന്ന എന്താ വിഷമം, എന്നോട് പറഞ്ഞാൽ അതിനുള്ള പരിഹാരം കാണാം, ഞാൻ സപ്പോർട്ടായിട്ട് ഇരിക്കാമെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു ഹീലിംഗ് തരുന്നതായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. നെക്സ്റ്റ് എനർജി നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ അവരുടെ സ്പൗസ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം അറിയുകയും അതിന് ഓക്കെ പറയുക, അതായത് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊള്ളാം, നിങ്ങൾ അവരുടെ കൂടെ ജീവിച്ചോളൂ എന്ന് പറഞ്ഞ് അവർ റെഡിയാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ വരാൻ പോകുന്ന സമയം ഈ രീതിയിലുള്ള ഒരു മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ നിങ്ങളുടെ പേഴ്സൺ സിംഗിളായിട്ടുള്ള ആളാണ് എങ്കിൽ ഫാമിലിയാണ് തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് എങ്കിൽ ഫാമിലി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് റെഡി ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള മെസ്സേജും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും ഇടയിൽ ഏതൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണോ ഉള്ളത്, കൂടുതൽ ആൾക്കാരുടെയും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ബാലൻസ് ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള സന്തോഷ വാർത്ത നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. കൂടാതെ ഏത് വ്യക്തിയുടെ ജീവിതത്തിലാണ് ഇപ്പോഴും തേർഡ് പാർട്ടി സമ്മതിക്കാതെ ഇരിക്കുന്നത്, ആ വ്യക്തി നിങ്ങളോട് പറയുകയാണ്, എനിക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ അതിനെ അവസാനിപ്പിക്കാൻ പോകുകയാണ് എന്ന് നിങ്ങളോട് പറയുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ രണ്ട് എനർജിയാണ്, ഒന്ന് വന്നിട്ട് തേർഡ് പാർട്ടി എഗ്രി ആയത്, രണ്ടാമത്തത് നിങ്ങളുടെ പേഴ്സൺ തന്നെ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനെ എൻഡാക്കുന്ന എനർജി. രണ്ട് എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. രണ്ടായാലും നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. വളരെ ഹെവി ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയത്, പക്ഷേ ഒട്ടും ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല തേർഡ് പാർട്ടി സിറ്റുവേഷനോട്ട് മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് അവർ എന്താക്കാമെന്ന് തീരുമാനം എടുത്തേക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി അല്ലെങ്കിൽ സിറ്റുവേഷൻ. ഇനി മെസ്സേജ് നോക്കാം. ഇവർ വളരെ വിഷമത്തിൽ എവിടെയോ ഇവിടെയൊന്നുമില്ല, വേറെ എവിടെയോ ലോകത്തുള്ളതുപോലെ ഇരിക്കുന്നുണ്ട്. അതിന് കാരണം നിങ്ങളാണ്. നിങ്ങൾ തന്നെയാണ് ഇവരെ ഇങ്ങനെ ആക്കിയത്. നിങ്ങളെന്തോ ഇവരുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞു. അത് ഇവർക്ക് ഇഷ്ടമായില്ല. അത് കാരണമാണ് ഇവർ ഇങ്ങനെ വിഷമിച്ച് എവിടെയോ ആയിട്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തന്നെയാണ് ഇവരെ ട്രിഗർ ചെയ്തത്. നിങ്ങൾ എന്തോ കാര്യം പറഞ്ഞത് ഇവർക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു. അത് കാരണമാണ് ഇവർ ഇങ്ങനെ ഇരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ പറഞ്ഞ ആ ഒരു സംസാരം ഇവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ വേർഡ്സ് ഇവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇമോഷൻ വളരെ ഹൈ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ കണക്റ്റ് ആയിട്ടുള്ളവരാണ് എങ്കിൽ അവരുടെ ആ ഒരു നേച്ചറിങ്ങും കെയറിങ്ങും എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. കൂടാതെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും കോണ്ടാക്റ്റിലാണ് എങ്കിൽ ഇവർ വളരെ ഡീപ്ലി ആയിട്ടുള്ള മെസ്സേജ്, വളരെ ഇമോഷൻസ് നിറഞ്ഞ മെസ്സേജ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ മാത്രമേ ഇവരുടെ ലൈഫിലുള്ളൂ. ഇവരെ നേർവഴിക്ക് കൊണ്ടുപോകാനും അഡ്മയർ ചെയ്യാനും എല്ലാം ഓരോ സിറ്റുവേഷൻസിലും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാനും നിങ്ങൾ മാത്രമേ ഇവർക്ക് ഉള്ളൂ എന്നാണ് ചില ആൾക്കാരുടെ പേഴ്സണ് തോന്നുന്നത്. പക്ഷേ ചില ആൾക്കാരുടെ പേഴ്സണ് ഭയങ്കര ഈഗോയാണ് നിങ്ങളുടെ ആ ഒരു കാര്യം വരുമ്പോൾ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഈഗോയിൽ അവർ ചിന്തിക്കുന്നത് ഞാനാണ് ഈ ബന്ധത്തിൻ്റെ എല്ലാം. ഞാൻ എന്താണോ പറയുന്നതും ചിന്തിക്കുന്നത് അത് മാത്രമേ ഈ ഒരു ബന്ധത്തിൽ നടക്കുകയുള്ളൂ. അതായത് നിങ്ങളുടെ ഒരു ഇതും നടക്കത്തില്ല, അവരുടെ എല്ലാ ഇതും മാത്രമേ നടക്കത്തുള്ളൂ എന്നുള്ള ആ ഒരു ഈഗോയിലാണ് ചില ആൾക്കാരുടെ പേഴ്സൺ. അതായത് ഈഗോയിൽ ഇവർക്ക് ഈ ബന്ധം എപ്പോൾ വേണമെങ്കിലും അവസാനിപ്പിക്കാം എന്നുള്ള ആ ഒരു ഇതുണ്ട്, തീരുമാനമുണ്ട്. അതായത് ഞാൻ പറയുന്നത് എല്ലാം എൻ്റെ പേഴ്സൺ കേൾക്കണം. അത് കേട്ടില്ല എങ്കിൽ ഈ ബന്ധം ഞാൻ എപ്പോൾ വേണമെങ്കിലും അവസാനിപ്പിക്കാം, അങ്ങനെ ഒരു ഈഗോ. ഇവിടെ നിങ്ങൾക്ക് ചില സമയം തോന്നിയിട്ടുമുണ്ട് ഇവരുടെ ഈ ഒരു ബന്ധത്തിൽ ഇവർ പറയുന്നത് മാത്രമേ നടക്കുന്നുള്ളൂ, എൻ്റെ ഒരു തീരുമാനവും ഞാൻ പറയുന്നത് ഒന്നും തന്നെ ഇവർ അംഗീകരിക്കുന്നില്ല, അത് നടപ്പിലാക്കാനും ശ്രമിക്കുന്നില്ല. ഇവർക്ക് തോന്നുമ്പോൾ ഇവർ വരുന്നു, ഇവർക്ക് തോന്നുമ്പോൾ ഇവർ പോകുന്നു. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള തോന്നൽ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ഇവരുടെ ആ സ്വഭാവം കാരണം മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഒരു ബന്ധത്തിൽ ഇവർ ചിന്തിക്കുന്ന മെയിൻ കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഇവർക്ക് വേണ്ടി എത്രത്തോളം വേണമെങ്കിലും കാത്തിരിക്കും. ഇവർക്ക് തോന്നുമ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, തോന്നുമ്പോൾ നിങ്ങളെ ബ്ലോക്ക് സിറ്റുവേഷനിലാകും. നിങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്നുള്ള ആ ഒരു കാര്യം ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ കാണിക്കുന്നത്. നെക്സ്റ്റ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത് നിങ്ങൾക്ക് മാത്രമേ ഇവരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ എന്നാണ്. വേറെ ആർക്കും തന്നെ ഇതേപോലെ ഇവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവം മനസ്സിലാക്കി നിങ്ങളിപ്പോൾ അവരെ ബ്ലോക്ക് ചെയ്തായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് ഇവർക്ക് തോന്നുമ്പോൾ ഇവർ വരും, തോന്നുമ്പോൾ പോകും. ഇപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്തായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തപ്പോൾ എന്തുമാത്രം വിഷമാണ് നിങ്ങൾ അനുഭവിച്ചത്. ഇവരുടെ തെറ്റ് ഇവർക്ക് ഇപ്പോൾ മനസ്സിലായി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി ഒരു എനർജി എപ്പോഴാണ് നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നത് നോക്കുമ്പോൾ കോണ്ടാക്ട് സിറ്റുവേഷനുള്ളവർക്ക് 31 അവേഴ്സിനുള്ളിലും നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ളവർക്ക് 3 ദിവസത്തിനുള്ളിലും റെസൊണേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.